ജിംനാസ്റ്റിക്സിൽ ഒളിമ്പിക്സ് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാക്കർ. 2015 സ്വാതി സംഗീത പുരസ്കാരം നേടിയത് മങ്ങാട് കെ നടേശൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമായ ആസ്ട്രോസ്റ്റാറ്റ് വിക്ഷേപിച്ചത് എന്ന് 2015 സെപ്റ്റംബർ 28. വ്യാപം അഴിമതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മധ്യപ്രദേശ്. ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായാണ് വിജയ് രൂപാണി നിയമിതനായത്? ഗുജറാത്ത്. GST ബില്ലിന് അധികാരം നൽകിയ ആദ്യ സംസ്ഥാനം ആസം. 2016 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനം നേടിയത് കാരിച്ചാൽ ചുണ്ടൻ. മദ്യരഹിത കേരളം എന്ന ലക്ഷ്യം നിറവേറ്റാനായി ആരംഭിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സുബോധനം. അതുല്യം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാക്ഷരത. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് എയ്ഡ്സ് രോഗ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് സൺറൈസ്. അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച പ്രധാനമന്ത്രി AB വാജ്പേയി. സർഫേസ് ബുക്ക് ലാപ്ടോപ്പ് പുറത്തിറക്കിയത് മൈക്രോസോഫ്റ്റ്. താഴെ പറയുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉബുണ്ടു. ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14. ദേശാടന പക്ഷികൾ ധാരാളമായി എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ എവിടെയാണ്? പശ്ചിമഘട്ടത്തിൽ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദി ഏത്? നർമ്മദ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ. സൂര്യപ്രകാശത്തിന് താപം അനുഭവപ്പെടാൻ കാരണമായ വികിരണങ്ങൾ ഇൻഫ്രാറെഡ്. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ റബ്ബർ നിയോപ്രീൻ. മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ആൽക്കഹോൾ മീഥൈൽ ആൽക്കഹോൾ. ടൈഫോയിഡ് രോഗം സ്ഥിരീകരിക്കുന്നതിനുള്ള ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. പോഷകാഹാരങ്ങളെ കുറിച്ചുള്ള പഠനം ട്രോപ്പോളജി. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത കലാകാരൻ ആര്? റംബ്രാൻഡ്. ലോക പത്രസ്വാതന്ത്ര്യ ദിനമെന്ന് മെയ് 3. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ? ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ കിരൺ ബേദി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഭരിച്ചിരുന്ന അവസാന ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതാര്? ലാൽ ബഹദൂർ ശാസ്ത്രി. സത്യഗ്രഹം ബലവാന്മാരുടെ ആയുധമാണ്. ആരുടെ വാക്കുകളാണിവ? ഗാന്ധിജി. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്നത്
ഏത് സമ്മേളനത്തിലാണ്? ത്രിപുരി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടതാര്? അലി മുസലിയാർ. AD 1741 മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച വിദേശ ശക്തി ഏത്? ഡച്ചുകാർ. കുന്നല കോനാതിരി എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ രാജാവ്? സാമൂതിരി. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? 1931. കേരളത്തിലെ വനഗവേഷണ കേന്ദ്രമേത്? പീച്ചി. കേരളത്തിൽ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഇവന്റിൽ സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത? ഷൈനി വിൽസൺ. ദൂരദർശന്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ത്? സത്യം, ശിവം, സുന്ദരം. ഇന്ത്യയിലെ ആദ്യ 70 mm ഫീച്ചർ സിനിമ ഏത്? എറൗണ്ട് ദി വേൾഡ്. ഇന്ത്യയുടെ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ നിയമം? പേറ്റന്റ് ആക്ട്.